അപ്പോൾ ആ ഒരു സമയത്തെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഈ 2 ദിവസം ഞാൻ പറയാം, ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിൻ്റെ 2 ദിവസം നേരത്തെ അനീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുഴ കലങ്ങി മറിഞ്ഞ് വളരെയധികം അതിൻ്റെ സ്ട്രാറ്റായി ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഒഴുകുകയാണ്. അപ്പോൾ ഇതിനൊരു അപകടം നമ്മൾ മനസ്സിലാക്കുക. ഇത് ഈ പുത്തുമല ദുരന്തം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ആ ദുരന്തം നടക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ആ പ്രദേശത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു തോടാണല്ലോ, ആ തോട് കലങ്ങി മറിഞ്ഞ് ഇതുപോലെ അതിൻ്റെ എത്രമാത്രം ഫോഴ്സ്, ചെറിയൊരു തോട് അതിൻ്റെ ഇരട്ടിയിൽ വലുപ്പത്തിൽ ഇതുപോലെ കലങ്ങി മറിഞ്ഞ് വരികയാണ്. അതൊരു പ്രകൃതി നൽകുന്ന ചില സൂചനകളാണ്. അപ്പോൾ ആ സൂചന അതുപോലെ തന്നെയായിരുന്നു ഇവിടുത്തെ ഈ പുഴയിലുണ്ടായിരുന്നത്. അപ്പോൾ അത്തരം സൂചനകൾ ഉണ്ടാകുമ്പോഴെങ്കിലും ഈ പറയുന്ന അത് മനസ്സിലാക്കിക്കൊണ്ട് മാറാൻ തയ്യാറാവണമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അസ്ലം, ഇന്നിപ്പോൾ നോക്കൂ, നമുക്കറിയാം വയനാട്ടിനെ ചേർത്ത് പിടിക്കാൻ കേരളം മുഴുവൻ തയ്യാറായി വന്നിട്ടുണ്ട്. സർക്കാർ പറയുന്ന 340 350 വീടുകളാണ് തകർന്നതെന്നാണ്. 590 വീടുകൾ ഇതിനകം പല സംഘടനകളും സർക്കാരും അല്ലെങ്കിൽ പല സംഘടനകളും സ്ഥാപനങ്ങളും ഓഫർ ചെയ്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. വയനാട്ടിനെ ചേർത്ത് പിടിക്കുന്നതിൽ നമ്മൾ ഒരുപാട് മുന്നിലാണെന്നാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ. അതുകൊണ്ട് വയനാടുകാർക്ക് അവരുടെ സർവൈവലിനെ കുറിച്ച് ആശങ്ക വേണോ, അതോ ചരിത്രം അവരെ ആശങ്ക ഉണ്ടാക്കും വിധത്തിലാണോ അവരുടെ അനുഭവം? അതാണോ പൂർണ്ണമായ ആശങ്ക ഒഴിവാക്കി പോകണമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ പറയുന്ന പുത്തുമലയുടെ സാഹചര്യം പറഞ്ഞതുപോലെ ഈ വാഗ്ദാനങ്ങൾ ഇപ്പോൾ നടപ്പാക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കാരണം ഈ നടപ്പാക്കുന്നതിനിടയിലുള്ള ഒരു ജീവിതം ഇപ്പോൾ ഒരു 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 ട്രോമയിലാണ് അവർ. അത് കഴിഞ്ഞിട്ടാണ് അവർ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക. ആ സമയത്ത് അവർക്ക് പോകാൻ സ്ഥലങ്ങളില്ല. മാത്രമല്ല ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും വാടക കൊടുക്കാമെന്നൊക്കെ പറയുമെങ്കിൽ പോലും പിന്നീട് അത് വാങ്ങാൻ വേണ്ടി അവർ വലിയ ഓഫീസുകളിലും മറ്റുമൊക്കെ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം. ആ ഒരു സമയത്ത് മനുഷ്യൻ്റെ അന്തസ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ മനുഷ്യർ അന്തസ്സോടുകൂടി പുനരധിവസിപ്പിക്കപ്പെടുക എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് കൂടി ശരിക്കും സർക്കാരാണെങ്കിലും മറ്റ് ഏജൻസികളാണെങ്കിലും ശ്രദ്ധിക്കണം. അവർ വളരെ പെട്ടെന്ന് തന്നെ പുതിയ സ്ഥലങ്ങളിലേക്ക്, മാത്രമല്ല പുതിയ ഉപജീവന മാർഗത്തിലേക്ക് മാറ്റണം. അതിനൊരുപാട് സമയം താമസിക്കും തോറും അവരുടെ ജീവിതം അവരെ കുറിച്ച് ആത്മാഭിമാനം നഷ്ടപ്പെടുകയും അന്തസ്സ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒരിക്കലും വരുത്താൻ പാടില്ല. അതില്ലാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു കേസെങ്കിലും മാതൃകാപരമായിട്ട് കേരളം കൈകാര്യം ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ 5 ദിവസം പൂർത്തിയാക്കുമ്പോൾ തെരച്ചിൽ ഏതാണ്ട് ഒരു 50% എബോവ് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി വേറെ ചില ചാലിയാറിന്റെ പരിസര പ്രദേശങ്ങളിലും ഒപ്പം അകത്തേക്കും ഒക്കെയാണ് തെരച്ചിൽ നടത്തേണ്ടത്. ഇവിടുത്തെ തെരച്ചിൽ എന്തുമാത്രം ഇനി റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമുക്ക് ആശയക്കുഴപ്പമുണ്ട്. 5 ദിവസം പിന്നിടുമ്പോൾ വാട്ട്സ് നെക്സ്റ്റ് എന്ന കാര്യം കൂടി ആലോചിക്കാൻ നമ്മളെ വൈകാരികത തടസ്സപ്പെടുത്താൻ പാടില്ല എന്നതാണ്. ഈ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലുമുള്ള സഹായം വാഗ്ദാനം ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ട്, മനുഷ്യസ്നേഹികളെ കാണുന്നുണ്ട്. അതിന്റെ പ്രായോഗിക തലത്തിൽ എത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. ആഫ്റ്റർ ഓൾ എല്ലാത്തിന്റെയും ഒന്നാമത്തെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. വയനാട്ടിലെ മനുഷ്യരെ, ഈ ദുരന്തബാധിതരായ മനുഷ്യരെ അവരുടെ അന്തസ്സിന് ഭംഗം വരുത്താത്ത രീതിയിൽ മാറ്റിപ്പാർപ്പിക്കുകയും അവർക്ക് സുരക്ഷിതമായ വരുമാന മാർഗവും പാർപ്പിടവും ഒരുക്കുക എന്നത് സർക്കാരിന്റെ ബാധ്യതയാണ്. അതിനൊപ്പം തന്നെ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള വിധം വലിയ കാലാവസ്ഥാ മാറ്റത്തെ കേരളം അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ എല്ലാ വർഷവും എന്നോണം വയനാടും ഇടുക്കിയും ഇത്തരം ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്ന ഡാറ്റ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ അത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശാസ്ത്രീയവും പ്രായോഗിക സ്വഭാവമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും അത് നടപ്പിലാക്കാനും കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഡിസിഷനും പ്രോസസ്സും ആണെങ്കിലും അത് ചെയ്യാൻ ഈ വിൽ പവറുള്ള ഒരു ഭരണകൂട സംവിധാനവും കൂടി ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വീണ്ടും ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം, ഇപ്പോഴും നമുക്ക് എണ്ണം അറിയാത്ത വിധത്തിൽ മനുഷ്യർ മണ്ണിനടിയിലോ പുഴക്കരികിലോ ഒക്കെ കിടക്കുന്നുണ്ട്. അവരെ കണ്ടെത്താൻ ഇപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടെ നിരാശ ബാധിച്ചിട്ടില്ലാത്ത തെരച്ചിൽ നമ്മൾ ഈ രാത്രിയിലും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പരമാവധി ആളുകളെ കണ്ടെടുക്കണം എന്ന ആഗ്രഹത്താലാണ് മനുഷ്യർ എല്ലാവരും കൂട്ടം ചേർന്ന് ഈ പ്രയത്നത്തിൽ മുൻപിലുള്ളത്. അതുകൊണ്ട് പരമാവധി പേരെ കണ്ടെടുക്കാൻ കഴിയുമെന്നും ഈ ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തിയും പരപ്പും എത്രയാണെന്ന് രേഖപ്പെടുത്താനെങ്കിലും നമുക്ക് കഴിയും എന്നുള്ള പ്രത്യാശയാണ് മുമ്പിലുള്ളത്. പിന്നെ നേരത്തെ ഷംസീറൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ മനുഷ്യർ വലിയ തോതിലുള്ള ഇമോഷണൽ ട്രോമയെ അഭിമുഖീകരിക്കുന്ന ഘട്ടമാണ്. ഏതെല്ലാം സഹായം വാഗ്ദാനം ചെയ്താലും എത്രയെല്ലാം മനുഷ്യർ കൂടി നിന്നാലും അവർക്ക് അവരുടെ നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുത്തു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അവരനുഭവിക്കുന്ന മാനസികമായ ആഘാതത്തിലും അവരെ ചേർത്ത് പിടിക്കാനും തിരിച്ചു കൊണ്ടുവരാനും കഴിയുക എന്നതുകൂടി നമ്മുടെ മുമ്പിലുള്ള വലിയ ഉത്തരവാദിത്വവും വലിയ പെയിനുമായിരിക്കും. അതുകൂടി നന്നായി നിർവഹിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കാം. മറന്നുപോകാതെ, വഴിയിൽ ഉപേക്ഷിക്കാതെ കേരളത്തിന്, വയനാടിന്റെ ഈ പ്രശ്നത്തിന് ഒരു അന്തിമമായ ഫലമുണ്ടാകും വരെ ഒരുമിച്ച് സഞ്ചരിക്കാൻ കഴിയട്ടെ എന്ന പ്രത്യാശ കൂടിയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്.